അപ്പോൾ ഗൈസ് അസ്സലാമലൈക്കും. ഗുഡ് മോർണിംഗ്. അപ്പം ഡേ 3 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. 3 തന്നെ അല്ലേ? അപ്പോൾ ഞാൻ എണീച്ച് പുറത്തുനിന്ന് എണീച്ചല്ല അല്ലേ? എനിക്ക് എനിക്ക് നമ്മൾ പോകാൻ പോണ ബീച്ചിൻ്റെ പേര് മറന്നു. ഫെറിൽ എണീച്ചിട്ട് ചോദിച്ചിട്ട് പറഞ്ഞ കേട്ടോ. എന്തായാലും ഫ്രഷായിട്ട് പോകാൻ നോക്കട്ടെ. രാവിലെ മുതൽ സെയിലിന് പോകണം. ഇവിടെ 5 കിലോമീറ്റർ ഉള്ളൂ. ഇന്നലെ പറ്റിയ അവസ്ഥയെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം സെയിൽ ചെയ്യുമ്പോഴും നല്ല സ്ഥലം നോക്കിയിട്ട് സെയിൽ ചെയ്യാൻ നോക്കണം. അതായത് നമ്മളത് ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പം പ്രീമിയം കസ്റ്റമേഴ്സ് ഉള്ള സ്ഥലം നോക്കിയിട്ട് പോകണം. അതായത് അഞ്ജുന ബീച്ച്, ഈ ബാഗയിലൊക്കെ കൂടുതലും ലോക്കൽസാണ് വരിക. അപ്പം ഇവിടുത്തെ ഹോട്ടൽസിനാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും ബാർഗൈൻ ചെയ്തിട്ട് ആ രീതിയിലുള്ള പ്രൊഡക്റ്റേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്ത് കൊടുക്കുമ്പം MRP ഇടാണ്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും എണീച്ചിട്ട് ബാക്കി ഇൻട്രൊഡക്ഷൻ തരാട്ടോ. ഓക്കെ, എല്ലാവരും എണീച്ചു. ഞാൻ മാറ്റി ഇതാ ഫുഡ് ഉണ്ടാക്കാണ് നെയ്മ്. Already have come to pay 900, 1800. Okay, you pay me today 1000, tomorrow pay 800. Okay. ഇവിടെ ബാർഗൈനിങ് ആണ് കേട്ടോ. ഇന്നത്തെ റെന്റ് കൊടുക്കാനുള്ള ഹോട്ടലിൽ. अभी आगे जाने का I will continue. अभी पैसा नहीं है, उसका ज़्यादा सही कर लगेंगे. Okay. നമ്മൾ പുതിയ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് പോകുന്നത് ഞാൻ നേരത്തെ പറയാൻ വിട്ടു. കാൻഡോലിൻ ഇറ്റ്സ് എ പ്രീമിയം ബീച്ച്. ഇവിടെ ലോക്കൽസ് ഒക്കെ വരുന്ന ബീച്ചാണ്. ഈ ഗോവ, അതുപോലെ മറ്റേ ബീച്ച് തൊട്ടപ്പുറത്തെ ബാഗി, മറ്റേ കലങ്കോട്, ഇതൊക്കെ ലോക്കൽസ് വരുന്ന ബീച്ചാണ്. അതുപോലെ അഞ്ജുന, അതുപോലെ ഇപ്പം പോകുന്ന കാൻഡിൽ, ഇത് രണ്ടുമാണ് കുറച്ച് പ്രീമിയം കസ്റ്റമേഴ്സ് ഒക്കെ ഉള്ള ബീച്ച് ഞങ്ങൾക്ക് അറിയാൻ പറ്റി. സോ നമ്മുടെ പ്രൊഡക്റ്റ് ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ടു സെൽ അവിടെ പോയിട്ട് സെയിൽ ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ പഠിച്ചു വെച്ചാൽ നമ്മൾ പ്രീമിയം കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് മോർ കംഫർട്ടബിൾ. അതുപോലെ തന്നെ അവരാണ് നമ്മളോട് ഏറ്റവും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്, അപ്രോച്ച് ചെയ്യുന്നത്. ഇന്നലെ തന്നെ ആണെങ്കിലും നമ്മൾ പ്രീമിയം ഹോട്ടൽസ് പോയപ്പോഴാണ് നമ്മളെ ലൈക്ക് എ ഗസ്റ്റ് നമ്മൾക്ക് ചായ തരുന്നു, നമ്മളെ സ്വീകരിക്കുന്നു. പിന്നെ നമ്മളെ ഒരു സ്റ്റാർട്ടപ്പ്, നമ്മൾ ഓൺ ബിസിനസ്സാന്നൊക്കെ അറിയുമ്പോൾ അവർക്കൊരു സംഭവം എന്താ പറയുക, അതവർ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ നമുക്ക് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് വ്ളോഗായിട്ട് അങ്ങോട്ട് കയറി ഞങ്ങൾ ചെയ്തില്ല. സോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം സംഭവം രസമാണ്. നമുക്കൊരു റെസ്പെക്റ്റ് ചെയ്യുക, നമ്മളെ ഇതാക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അപ്പോൾ ഒരു സംഭവം വരും. ഇറ്റ്സ് മോർ ദാൻ മണി. എന്താ പറയുക, ഈ പീപ്പിൾസ് പൈസ കിട്ടുന്നതനുസരിച്ച് അധികം ആൾക്കാരും ഡൗൺ ടു എർത്ത് ആവാനാണ് നോക്കല്. അങ്ങോട്ടല്ലേ കൊണ്ട് അവിടെ നിന്ന് ആവുന്നത്. ഓക്കെ, ബസ് കിട്ടി, അവിടെ എത്തിയിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. കൊടുക്കാനല്ലേ അവരെന്തിനാ നമ്മളോട് ആയിരം രൂപ ബസ് പോയാ പോരാ? 500 രൂപ ആണെങ്കിൽ 5 കിലോമീറ്റർ ആണ് 500 രൂപ. 5 കിലോമീറ്റർ നമ്മുടെ അവിടെയൊക്കെ ഉണ്ടാവില്ലേ? എത്ര ഉണ്ടാവും? ഊബർ ഉണ്ടാവും? ഊബർ ഇല്ലല്ലോ അവിടെ. ഊബറില്ല. ഞങ്ങൾ സാധാരണ രാവിലെ ഇറങ്ങലില്ല, കാരണം നല്ല വെയിലാണ് ഇവിടെ. അപ്പോ ഉച്ചക്ക് ഇതുവരെ സെയിലിന് പോയിട്ടില്ല. അപ്പൊ ഇന്നലെ ഒരാളെ മീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, ഈ ഈവനിങ് ടൈമിൽ പറഞ്ഞാല് ഒരിക്കലും ഒരു ബിസിനസ് മീറ്റിനും ഒരു ഇതിനും പറ്റിയൊരു ഇതല്ല, ഒരു സമയമല്ല. അപ്പോൾ മോർണിംഗ് ആണ് ഏറ്റവും നല്ലത്. ഒരു ബിസിനസ് മീറ്റിന് നല്ല നല്ല ബ്രാൻഡ്സ് അപ്രോച്ച് ചെയ്യാൻ പോകുമ്പോൾ മോർണിംഗ് പോകുന്നതാണ് നല്ലത്. കാരണം നൈറ്റ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ടൈം അല്ല, എല്ലാവരും റിലാക്സ് ചെയ്യുന്ന ടൈമാണ്. സോ ഇന്ന് നമ്മൾ രാവിലെ പോകാൻ വിചാരിച്ചു. പക്ഷെ ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ വെയിലാണൊരു വിഷയം. വെറുതെ ചെയ്യണേ, ബസ്സിലാണ്. പിന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റുകളെ ഇപ്പോൾ വിൽക്കാൻ പറ്റില്ല. കാരണം ഇവലെ സീസൺ എന്തോ ഓഫ് സീസൺ ആവാൻ പോവാ. ബട്ട് നെക്സ്റ്റ് സീസൺ ആകുമ്പോഴത്തേന് ഇവലെ കോണ്ടാക്ട്സ് വാങ്ങി വെക്കുക. മെയിൻലി നമ്മളെ പർപ്പസ് പറഞ്ഞാൽ കോണ്ടാക്ട്സ് വാങ്ങലാണ്. അപ്പോൾ നമ്പർ മാക്സിമം കളക്ട് ചെയ്യുക, ദെൻ അപ്ഡേറ്റ് ചെയ്യാമല്ലോ. നമുക്ക് വാട്സപ്പ് ത്രൂ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക, ലീഡ്സ് ഉണ്ടാക്കുക. കാരണം നമ്മൾ നോർമൽ പീപ്പിൾസിന്റെ നമ്പർ വാങ്ങണേക്കാട്ടി ഏറ്റവും നല്ലത് ഇവർക്ക് ബൈയിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. സോ അങ്ങനെ അതൊക്കെയാണ് ഇപ്പൊ നമ്മള് ചിന്തിക്കുന്നത്. അല്ലാണ്ട് സെയിൽ എന്ന് പറയുന്നത് മാത്രം നമുക്കൊന്നും വിറ്റൊന്നും പോകില്ല. പക്ഷെ നമ്മളെ ട്രാവൽ എക്സ്പെൻസിനുള്ളതും
അതുപോലെ ഇങ്ങനെ ഇതിനൊക്കെ ഉള്ള ഒരു വട്ട ചെലവൊക്കെ ആയിട്ട് നമുക്ക് ഇത് വിറ്റിട്ട് കിട്ടും. ബട്ട് മോർ ദാൻ നമുക്ക് കുറെ കോണ്ടാക്ട്സ് കിട്ടും, കുറെ കണക്ഷൻസ് കിട്ടും. പിന്നെ പലരും നമുക്ക് പുതിയ പുതിയ ഓരോ ഐഡിയകൾ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി പറഞ്ഞിട്ട്. കണ്ടില്ലേ? Oh ala. This is the resort. No, Wow. വേറെന്താ പറഞ്ഞേ? അവരെ കോണ്ടാക്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവരെ ബ്രാഞ്ച് അവിടെ ഉള്ളത്, അവിടെ പോയി ഒന്ന് ജസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയേക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് ഷോപ്പ് ഉണ്ട് കേട്ടോ. മെയിനായിട്ട് കാജു ആണ് വിൽക്കുന്നത്, ഹോൾസെയിൽ ഷോപ്പ്. എന്താ പറഞ്ഞേ? മാനേജർ ഉറങ്ങാന്നോ? ഇവിടുത്തെ ഫോറിനേഴ്സിനൊന്നും ഇംഗ്ലീഷ് അറിയില്ല. എന്താ വെച്ചാൽ റഷ്യ എന്നൊക്കെ വരുന്നല്ലോ. സോ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് അറിയായിട്ടാണ്, നമ്മൾ ഇംഗ്ലീഷ് മനസ്സിലാവായിട്ടാണ് അറിയില്ല. ബട്ട് അവർ റഷ്യന്ന് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഫോറിനേഴ്സിനെ പിടിക്കാനോ വിചാരിച്ചിട്ടും ഗോവയ്ക്ക് വരാൻ നിൽക്കണ്ട. പിന്നെ ഇവിടെ ഇങ്ങനെ ചാർജ് അമ്പലമായിട്ട് എല്ലാവരും ഇങ്ങനെ നടക്കണോണ്ട് അവർ നമുക്കൊരു ഇത് തരൂല്ല, നമ്മളെ അറ്റൻഷൻ. ഓടല്ലേന്നോ? പോടാ അവിടുന്ന്. അതെ, Here. yeah, this is our brand mistake. Here is a big name. Okay, we Yeah, can, but like if you want this product, you have to send me message and then you will worry. Yeah. The season will finish and after your career come back. no, only 7 days. It will be courier in your. You can season will be first of the season. You purchasing time is I think October. So you don't have any branch here? Yeah, we just start our brand 4 months ago. Then we just work on it. Definitely 1 year gap we will open a branch in Goa. That's Because all. like if you can message you, your thing gonna come after 7 days. You have time here. When the season gonna start, you need the product. If your product gonna come after 7 days, what you gonna do? Just 7 days. No, 7 days is not important for you. But 1 day also important for us here. One day also. If we have a production here somewhere close by, you can send the boy and take the things from your side. But this is our own brand. Yeah, We just one brand. See, end of the day, the thing is gonna be same. Okay. It's coming from Kerala, Bangalore, Hubli, anywhere it will come. The things inside is the same. Yeah, Spices. no. You can check this quality. That time you understand the difference. Just smell it. Taste it. This is fully organic. No pesticide After use. been to Kerala. Yeah. Just taste it. That time you can feel that. Kalimu. We are thinking like somewhere here, then we can help you out. How are you going to do? Okay then. Good thing. Maybe in 1 year. We will just You think about it. Okay, thank you. We'll send all details in the WhatsApp. Only 200 rupees. 200? Yeah. Yeah, take some home. Yeah. You want how much space you want? No, just one packet. You know about Kerala? Huh? Heard about it? I've heard of it. Heard of it, yeah, but we've not been there. We've been to Delhi and everywhere around that way. the first product is pepper. After this, we also doing cardamom, cloves, like every spices available in our website. This is our website. Yeah. You can buy. You wouldn't deliver to the UK though. Yeah, would also. you? But currently no, but it's future. We are done it. So next Okay, future. see ya. Yeah. See you later. Good Bye. heart.
Thank you. That's all right. Anybody like you? റഷ്യക്കാർക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് തന്നെയാണ്. ബിക്കോസ് ഇംഗ്ലണ്ടുകാരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ ലാംഗ്വേജ് സംസാരിച്ചപ്പോൾ അവർ ഓക്കെയാണ്, അവർ നമ്മളടുത്ത് ബൈ ചെയ്യുന്നുണ്ട്, അവർ നല്ല രീതിയിൽ നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ റഷ്യൻ കൂടി പഠിക്കേണ്ടതുണ്ട് അല്ലേ? എല്ലാ ലാംഗ്വേജും നമ്മൾ ഹിന്ദിക്കാർക്ക് ഹിന്ദിയിൽ പറയുമ്പോൾ അവർക്കൊന്നും കൂടി ലാംഗ്വേജ് അവർ മദർ ടങ്ങിൽ പറയുമ്പോഴാണ് ഇപ്പം നമ്മൾ മലയാളത്തിൽ വന്നിട്ട് മലയാളത്തിൽ പറഞ്ഞാലുള്ള സാധനം വാങ്ങാൻ ഒരു ഇത് വരിക. അതുപോലെ ലാംഗ്വേജ് പഠിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സെയിൽസിൽ ഇറങ്ങുമ്പോൾ. ട്രൈറ്റ് ബട്ട് പഠിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് തന്നെ പഠിച്ചെടുക്കാൻ പറ്റ പാടി എനിക്കറിയുള്ളൂ. റൈറ്റ്. പിന്നെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ കുറേ പഠിക്കും അല്ലേ? നീ വേണ്ട അഭിപ്രായം ഈ കുറേ പഠിച്ചില്ലേ? അതെ അതെ, കുറച്ചും കൂടി നല്ല ലാംഗ്വേജസ് ഒക്കെ പഠിച്ചു വെക്കുന്നത് നല്ല, അങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രൈറ്റ്. എന്നാ അടിപൊളി അവിടെ പോ. ഗൈസ് മുമ്പ് കുരുമുളക് കഴിച്ച് എരിഞ്ഞിട്ട് വെള്ളം കൊടുത്താണ് ഗൈസ്. ഓ Where are you from then? Yeah. Yeah, we go there. We come here to just promote our brand. We are trying to, this brand is becoming international. Yeah. No, we don't. Okay. Okay. Nice to meet you. ഇതാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് നടക്കാത്ത പേരും വെയിലാണ്. കടല വറക്കാൻ പറ്റും ഇവിടുത്തെ മണലിലൊക്കെ. ഇതേ വരില്ലേ? എങ്ങനെയുണ്ട് മണലിന്റെ ചൂട്? പക്ഷേ ഉണ്ടല്ലോ സീനിൽ വ്യൂ പറഞ്ഞാൽ നല്ല ബ്ലൂ ആയിട്ടുള്ള അല്ലേ. ഇവിടെ അധികം ഇവിടെ വരുന്നവരൊക്കെ ഫോറിനേഴ്സാണ്. ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാലും ഇതിപ്പോൾ സീസണല്ല, എന്നാൽ കൂടിയും പുറത്ത് ഔട്ട് സൈഡ് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ കുറേ ഉണ്ട് ഇവിടെ. സീസൺ എന്ന് പറയുന്നത് ഡിസംബർ അല്ലേ? ഡിസംബർ ടു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 4 മാസമാണ് നമുക്ക് സീസൺ വരിക. അപ്പോഴാണ് ഒക്ടോബർ ഫൈൻ മാർച്ചിലെ അപ്പോൾ ആ സമയത്താണ് ഫോറിനേഴ്സ് കൂടുതൽ വരിക. ഫോറിനേഴ്സിനെ കണ്ടാൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. താജ് ഹോട്ടലിൻ്റെ ഇവിടുത്തെ താജ് ഹോട്ടലിൻ്റെ വിസിറ്റർ പാസ്സാണ്. ഇവിടെ പോയിട്ട് പിച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. മീറ്റ് ചെയ്യാനുള്ള വിസിറ്റർ പാസ് കിട്ടിയിട്ടുണ്ട്, പോയോക്കട്ടെ. ഓക്കെ ഹാപ്പൻ അല്ല മീറ്റ് ചെയ്യേണ്ടത്. മൂപ്പരെ കണ്ടപ്പോൾ പറഞ്ഞത് സീതാധികോവയിൽ പോയിട്ടാണ് മീറ്റ് ചെയ്യേണ്ടത്. അതായത് നിയർ പഞ്ചിമിലാണ് ഇവരെ മെയിൻ ഓഫീസ്. അതായത് ഈ കൊൽക്കത്ത അങ്ങനെ എന്തോ പറഞ്ഞു, കൊൽക്കത്ത ഡിസ്ട്രിക്റ്റിൻ്റെ മൊത്തം കാര്യം നോക്കുന്നത് അവിടെയാണ്. അവിടെ പോയിട്ട് എന്തോ പൽദേവോ അങ്ങനെ എന്തോ ആരോ മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫൈൻ പോയോക്കട്ടെ. मार पे 200 रुपए क्या है? ऐसे ही आप थोड़ा बहुत होगा, यहाँ तो थोड़ा सस्ता होगा आपका, वहाँ ज़्यादा है। कितना है अब ये बहुत ज़्यादा है। कितना है वेट? कितना है वेट? कितना है इसका वेट? 200 ग्राम है, 100 ग्राम किलो। काली मिर्च का हम लोग का बहुत वहाँ पे लाल मिर्च चलती है, हल्दी चलती है, धनिया चलती है, धनिया किसी धनिया कोरिएंडर ये पूरा ज़्यादा यूज़ है। जीरा ज़्यादा अभी स्पाइसी है। काली मिर्च कम होती है पर कम होती है। वहाँ के जो डिशेज इलायची ज़्यादा, हाँ इलायची वहाँ की जो डिशेज है उसमें ये चीज़ नहीं मैच करती ज़्यादा। काली मिर्च, हरी मिर्च और लाल मिर्च। बटर में नहीं यूज कम करते, गरम मसाले में बस। ठीक है നല്ല വെയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഡബിൾ മൈൻഡായി. ഞങ്ങൾക്ക് ഒന്നെങ്കിൽ റൂമിൽ പോകണമെന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ അവിടെ കുറച്ച് ഹോട്ടൽസ് പിച്ച് ചെയ്തിട്ടില്ല, അങ്ങോട്ട് പോകണമെന്നുണ്ട്. ഉണ്ടാ കൈ ഇങ്ങനെ കാണിച്ചില്ല, എന്നിട്ട് ഇത് തൊട്ട് 2 തൊട്ടാലും പോണ്ടാന്ന്. പക്ഷേ പോയില്ലെങ്കിൽ നടക്കില്ലല്ലോ, നമ്മളിവിടെ ട്രിപ്പിന് വന്നൊന്നുമല്ലല്ലോ. ബട്ട് ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഈ വലിയ വലിയ ആൾക്കാർ പറയുന്ന സ്ട്രഗ്ലിങ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത്ര ഉണ്ട് എന്തോ. ബട്ട് നമുക്ക് വീഴ്ച കിട്ടുന്നുണ്ട്, അതെന്തില്ല, അതന്നെ വലിയ കിട്ടല്. ആരും നമ്മളാണ്ട് ആട്ടി പറഞ്ഞേക്കണമെന്നില്ല. നമ്മളെ എന്തോ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയോ എന്തോ എല്ലാവരും അക്സെപ്റ്റബിൾ ആണ്.
പിന്നെ ഇവിടെ സീസൺ കഴിയാൻ പോകുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വീട്ടിലുണ്ടോ ബായ് കഴിച്ചോ? ഓക്കെ. പിന്നെ ഇവിടെ ഈ സൈഡിലേക്ക് വന്നപ്പോൾ പിന്നെയും കലാങ്കോടാണ് എന്ത് ഫോറിനേഴ്സ് വരുന്നത്. ബട്ട് ഈ സൈഡിലേക്ക് വന്നപ്പോഴും കുറവാണ്. ബട്ട് ആ സൈഡിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഈ താജ് ഹോട്ടലിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് വന്നിട്ട് ഇതാക്കാം. പക്ഷേ താജ് ഹോട്ടലിൻ്റെ ഓർഡർ നമുക്ക് കിട്ടിയില്ല. അത് പക്ഷേ നല്ല വെയിലാണ്. നല്ല വെയിൽ പറഞ്ഞാൽ നാളെ നമ്മള് മൂടൊന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. അപ്പൊ നാളെ നമ്മളെന്താ ഫാർമേഴ്സ് നാളെ പോയിട്ട് വണ്ടിയൊക്കെ എടുത്ത് വേറെ മൂടാ പരിപാടി വേറെ യൂട്യൂബിലുണ്ടാവും. എല്ലാവരും യൂട്യൂബിലേക്ക് വരും. യൂട്യൂബിലേക്ക് പോലൊക്കെ ഇത് കാണാമണ്ട ഇത് മറ്റേ സാധനം നമ്മളപ്പോ അവിടെ പോവാ. നാളെ ഫാമേഴ്സിനെ കാണാൻ വേണ്ടി പോണം. അപ്പോൾ നാളെ വണ്ടി റെന്റിന് എടുക്കാനൊക്കെ ഉള്ള ഫണ്ട് ഇതിൽ നിന്ന് കിട്ടിക്കണി. അപ്പോൾ നമ്മൾ അതിനുള്ള സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. വിളിച്ച് 2-3 ഫാമേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ നാളെ അത് നടക്കുമെന്ന് വിചാരിക്കാം. അത് ഇവിടുത്തെ ഒരു മണിക്കൂർ കൊണ്ട് തീർത്തിട്ട് റൂമിൽ പോവാ. നല്ല AC റൂമാണല്ലോ. കിടന്നുറങ്ങേ. പിന്നെ പോയാലും പണി ഉണ്ടാവും. വീഡിയോ എഡിറ്റ് ചെയ്യണം, വിടണം. ഫുള്ള് തിരക്കാണ് ഗായ്സ്. കഷ്ടപ്പെട്ടാലാണല്ലോ കുറച്ച് വേണ്ടി രക്ഷപ്പെടുക. പ്രൈവറ്റ് ആയിക്കോ ബൈക്കിൻ്റെ നമ്മൾ ഈ ലാംഗ്വേജ് കൂടുതൽ പഠിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് ഓക്കെ, ഫൈൻ, ഹിന്ദി ഓക്കെ, പക്ഷെ നമുക്ക് സ്പാനിഷ് പഠിക്കണം. അങ്ങനെ എല്ലാ ആൾക്കാരും ഗ്രീറ്റിങ് അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കണം അല്ലേ? സവാറ്റിക്ക കുറച്ച് ഇങ്ങനെ ആ രൂപ പിടിച്ചാണ് എന്നാ ഇത് ഉറപ്പുണ്ടാവില്ല. ഓടിയാലോ? ഓ നല്ല കാറ്റ്. മോട്ടോർ ആരോ അവിടെ എത്തോ? കാസ്റ്റ് ഉണ്ടോ? നെയ്മുണ്ടോ? അന്നെ കൊണ്ടൊക്കെ എന്തിനാ വെഹിക്കിൾ ചെയ്യുന്നത്? വരലുണ്ടോ? വരല്ലേ? കണ്ണട കിട്ടി ഗായ്സ്. എന്റെ കണ്ണടി പൊട്ടിയതാണ്, ഇതും പൊട്ടിയതാണ്. കാല് ഗായ്സ് കണ്ട ഗായ്സ്, ബ്ലൂ സീ. ഓ എടാ ഒന്ന് എന്തെങ്കിലുമൊക്കെ പറയും വ്ലോഗ് ചെയ്യാൻ. ഇങ്ങനെ മുന്നേ നടന്ന ആൾക്കാർ കാണുന്നുണ്ട്. അടുത്താണടാ. കിട്ടി ഒക്കെ കാലില്ലാത്ത കാല് പൊട്ടിച്ചു വെള്ളത്തിൽ പരിപാടി. ഈ ഇട്ട എത്രയാ? ഞാൻ ഇട്ടത് നമ്മൾ കാശാക്കി ഒറിജിനല്ലേ? കോപ്പിയാണ് ഗായ്സ്. ഇതാണ് കല്യാൺ സിൽസിന്റെ ഒറിജിനൽ ഗ്ലാസ്. ഇത് തൊട്ടാ ഇത് ഇങ്ങോട്ട് പുറത്തേക്ക് പൊട്ടിച്ച് 500 രൂപ ഗ്ലാസ് കൊടുത്തിട്ട് 100 രൂപേന്റെ സാധനം ഓടാ. കൈ ഞാൻ എടുക്കണ്ടേ? അപ്പൊ ഓക്കെ കൈ ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും എത്തിയിട്ട് അടുത്ത ഓണൊക്കെ കൈ ഞാൻ എടുക്കണ്ടേ ഇങ്ങനെ പിടിച്ചിട്ടേ. ഒരു ബായ് പറ. സൈനിങ് ഓഫ്. ബൈ വിത്ത് ഗോവ വ്യൂ. പട്ടിസാറ് കണ്ടോ? നല്ല ബീച്ചില് വെള്ളത്തില്. വാ 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 വാ. ലക്ഷറി ലൈഫ് തന്നെ. വേറെ മുഖമൊക്കെ ഫുള്ള് കാനടിച്ച് ഫുള്ള് കറുത്ത്. ബൈ ബൈ അവിടെ ക്യാഷിൻ്റെ നോക്കാൻ പോയിക്കോ. കടയിൽ ചോദിക്കാൻ ഇവിടെ മൊത്തം ബ്ലോക്കാണ്. ഇതാണ് ടി ജംഗ്ഷൻ. നെയ്മ അവിടെ 2-3 കടയിൽ കയറി ചോദിച്ചു. लाइट शेड है ना, लाइट शेड ये थोड़ा एज ओवर है, मतलब थोड़ा ये नया वाला है, ये थोड़ा पुराना ऐसा है. ये ब्राउन है, अच्छा है. ये हमारा सिनेमन वगैरह क्या रहता है? सिनेमन अभी नहीं है, ये अलग से है. 8.5 ये हमारा थोड़ा इलायची मिलेगा. हाँ, बट हमको क्या है MRP ज़्यादा डालना पड़ता है. यहाँ पे बार्गेनिंग ज़्यादा करवाते हैं. कस्टमर को चाहिए डिस्काउंट. हाँ
ठीक है मैं होलसेल करेंगे ना तुमको थोड़ा प्राइस ऐसा करेगा अच्छा क्वालिटी है ये देखो ये कुछ नहीं है नवा साधन कोई അപ്പൊ ഏകദേശം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ നമ്മള് തിരിച്ച് റൂമിൽ പോവാണ്. ഫുള്ള് ഉച്ചക്കായിരുന്നു ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ ഉച്ചക്ക് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെയൊക്കെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ ഗോവൻ സ്പൈസിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലാണ് പിന്നെ അതിന്റെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളൂ പുള്ളി പ്രോപ്പർ പ്രോസസ്സൊക്കെ ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ വെച്ചിട്ടാണ്. ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് ഗോവയിലേക്ക് തന്നെ കൊണ്ടുവരാൻ. പിന്നെ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാല് ഇവിടെ ഇടുന്ന എല്ലാ പ്രൊഡക്റ്റിന്റെ പോലെ ഹൈ മാർജിനാണ് ഇടുക. കാരണം ഇവിടെ ബാർഗൈനിങ് കൂടുതലായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇവിടെ നല്ല ബാർഗൈനിങ് 100 ഗ്രാമിനിട്ടുള്ള 250 രൂപ, അപ്പൊ 230 മേടിക്കുന്നവരുണ്ട്. അങ്ങനെ ബാർഗൈൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവര് ആ ഒരു പ്രൈസിലായിടുക. ഇപ്പൊ റൂമിലെത്തിട്ട് കാണാം ഫുള്ള് നല്ല ടയർഡായിട്ടുണ്ട്, കറുത്ത് കരിവാളിച്ച് ഫുള്ള് വെയിലായി നല്ല സൺസ്ക്രീം ഇട്ടിട്ട് ബസ് വരുന്നുണ്ട്. അപ്പൊ ഓക്കെ ബൈ.